അപകടക്കെണി മുന്നിലുണ്ടെങ്കിലും കൈയും കെട്ടി നോക്കി നിൽക്കും നമ്മുടെ ആൾക്കാരുടെ സ്വഭാവമാണ്. അധികാരികൾ ഉണരണമെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്തി നാട്ടിലുണ്ടാകണം. അപ്പോഴത്തേക്ക് കംപ്ലീറ്റ് റിപ്പോർട്ട് തേടും. പല പല പ്രശ്നങ്ങളാണ്. ഒരുപാട് കാലമായുള്ള ഈ ആക്ഷേപം ശരിവെക്കുന്നതാണ് കോഴിക്കോട് വലിയങ്ങാടിയിൽ ഇന്നലെ 4 പേരുടെ ജീവനെടുത്ത സംഭവം. വലിയങ്ങാടിയിൽ മാത്രമല്ല, നമ്മുടെ പല നഗരങ്ങളിലുണ്ട് തലയ്ക്ക് മീതെ മരണം പതിയിരിക്കുന്ന ഇത്തരം ചില കെട്ടിടങ്ങൾ. ആ മരണക്കെണികൾ ഇനിയെങ്കിലും കണ്ടിട്ട് കണ്ണു തുറന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആ കൊണ്ടേ പോക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ സ്റ്റേജ് പോയത് 10-40 കൊല്ലായി. മെഗാ ബ്രേക്കിംഗ് വാർത്തയിലേക്ക്. കോഴിക്കോട് വലിയങ്ങാടിയിൽ സ്ലാബ് തകർന്നു വീണ് കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് 2024 കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെയാണ് ഈ അപകടത്തിൽ 4 പേർ മരിച്ചത്. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കെട്ടിടം പുനർലേലം ചെയ്യരുതെന്ന് 2025 ഫെബ്രുവരിയിൽ ധനകാര്യ കമ്മിറ്റിയും തീരുമാനിച്ചു. എന്നാൽ ഈ തീരുമാനമൊക്കെ അട്ടിമറിച്ചാണ് കടമുറികൾ വാടകയ്ക്ക് കൊടുത്തതെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. റവന്യൂ വിഭാഗത്തിന്റെ അറിവോടെയാണ് കെട്ടിടം പൊളിക്കൽ വൈകിപ്പിച്ചതെന്ന് കൗൺസിലർ KC ശോഭിത ആരോപിക്കുകയും ചെയ്തു. നമുക്ക് ആദ്യം പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം. ഈ ഒരു കെട്ടിടം യാതൊരു കാരണവശാലും പുനർലേലം നടപടികളിലേക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ധനകാര്യ കമ്മിറ്റി എടുക്കുകയും അതേ തീരുമാനം തന്നെ കൗൺസിലിലേക്ക് 6-ാം മാസത്തേക്ക് വെച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിച്ചതാണ് അൺഫിറ്റായ കെട്ടിടമാണെന്ന് എഞ്ചിനീയറിംഗ് റിപ്പോർട്ട് ചെയ്ത് ഈ കെട്ടിടം ഒരു കാരണവശാലും ഇവിടെ കച്ചവട ആവശ്യങ്ങൾക്ക് ലേലം ചെയ്ത് കൊടുക്കരുത് എന്നുള്ളൊരു തീരുമാനം നിലനിൽക്കും. എൻ്റെ ഓർമ്മയിൽ ഞാനിരുന്ന കമ്മിറ്റി എടുത്ത തീരുമാനത്തിൽ ഇത് ഒരു കാരണവശാലും എഞ്ചിനീയറിംഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഫിറ്റ് അല്ല എന്നും തുടർന്നുള്ള ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്നും പറഞ്ഞ ഒരു കെട്ടിടമാണ്. ആരോപണങ്ങൾക്ക് മറുപടിയുമായി കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപകടത്തിൽ മരിച്ച അത്തോളി സ്വദേശികളായ ബഷീറിന്റെയും അക്ഷറഫിന്റെയും ഖബറടക്കവും ഇന്ന് നടക്കും. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ തത്സമയം ചേരുകയാണ്. ഈ പറയുന്ന സംഭവ സ്ഥലത്ത് നിന്ന് അജി, ഗുഡ് മോർണിംഗ്. അജി, ശരിക്കും ഈ 4 പേരുടെ മരണം ക്ഷണിച്ചു വരുത്തി ഈ കാലഹരണപ്പെട്ട കെട്ടിടം പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്ന്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. കോഴിക്കോട് നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ രാവിലെ പറയാനുള്ളത്. കാരണം 2024 കോഴിക്കോട് കോർപ്പറേഷൻ അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞ ഒരു കെട്ടിടത്തിൽ ഇന്നലെ അപകടം നടക്കുന്നു. ആ കെട്ടിടത്തിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന വസ്തുതയാണ്. അതായത് വലിയങ്ങാടിയിൽ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. 2024 കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടം അൺഫിറ്റ് ആണെന്ന് കണ്ടെത്തുകയും ധനകാര്യ വിഭാഗത്തിന് റിപ്പോർട്ട് കൈമാറുകയും ചെയ്യുന്നു. എന്നാൽ 2025 ഫെബ്രുവരിയിൽ കെട്ടിടം പുനർലേലം ചെയ്യരുതെന്ന തീരുമാനം ധനകാര്യ കമ്മിറ്റി എടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. തീരുമാനം അട്ടിമറിച്ചും കടമുറികൾ വാടകയ്ക്ക് നൽകി എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഈ ധനകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നുണ്ട്, ഇത് പഴയ പാസ്പോർട്ട് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടമാണ്. ആ കെട്ടിടം പ്രവർത്തന സജ്ജമല്ല, അത് ഉപയോഗശൂന്യമായാണ്, അത് എത്രയും പെട്ടെന്ന് പൊളിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം അടക്കം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ ഉത്തരവുകളൊക്കെ നിലനിൽക്കെ, റിപ്പോർട്ടുകളൊക്കെ നിലനിൽക്കൊണ്ടാണ് ഈ കടമുറികൾ ലേലം ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇന്നലത്തെ അപകടം പറ്റിയ ആ കെട്ടിടത്തിൽ ഒരു 3 മാസങ്ങൾക്ക് മുൻപ് തന്നെ മറ്റൊരു കടയുടെ ഉദ്ഘാടനവും നടന്നിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ് നിലനിൽക്കെ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് നിലനിൽക്കെ മറ്റൊരു കടയുടെ പ്രവർത്തന ഉദ്ഘാടനം അവിടെ നടന്നത്? ഒരിക്കലും അവിടെ കടമുറികൾ വാടകയ്ക്ക് നൽകരുത്, ലേലം നടത്തരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് എന്തുകൊണ്ട് നടത്തി എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെ ഈ ഘട്ടത്തിൽ പ്രധാനമായും എടുത്തു പറയേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് 2025 മെയ് മാസം 26-നാണ് ഇത്തരത്തിൽ ലേലം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനകാര്യ വകുപ്പ് ഒരു റിപ്പോർട്ട് പ്രധാനമായും പുറത്ത് പറയുന്നത്. മാത്രമല്ല, ഇതിൽ 2024 ഒക്ടോബർ മാസം 30-ാം തീയതി പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. ഈ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അതായത് പഴയ പാസ്പോർട്ട് ഓഫീസ് കെട്ടിടം നിലവിൽ അപകടാവസ്ഥയിലാണ്, ആയതിനാൽ ലേലയോഗ്യമല്ല, ആയത് അറിവിലേക്ക് സമർപ്പിക്കുന്നുവെന്ന് ഓവർസിയർ ഗ്രേഡ് 3 ഓവർസിയർ ഈ റിപ്പോർട്ട് നൽകി
നൽകിയിരിക്കുന്നു. അത് റിപ്പോർട്ട് നൽകിയത് 2024 ഒക്ടോബർ മാസം 30-ാം തീയതിയാണ് ഈ റിപ്പോർട്ട് ഓവർസിയർ നൽകുന്നത്. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ റിപ്പോർട്ടുകൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വകുപ്പുകൾ തമ്മിൽ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ കെട്ടിടം പ്രവർത്തന രഹിതമാണെന്നും അവിടെ കടമുറികൾ വാടകയ്ക്ക് നൽകരുതെന്നൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകൾക്ക് നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും കടമുറികൾ വാടകയ്ക്ക് നൽകിയത്, ലേലത്തിന് വെച്ചത് എന്നുള്ള ചോദ്യം ഉയരുകയാണ്. പ്രധാനമായും വ്യാപാരികൾ ഒന്നടങ്കം ഈ നഗരസഭയ്ക്ക് എതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമെന്ന് പറയുന്നത് ഈ കടമുറികൾ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള എന്തെങ്കിലും ക്രമക്കേടുകളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ കൊണ്ട് അപേക്ഷയുമായി ചെല്ലുമ്പോൾ അത് കോർപ്പറേഷൻ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നു. മറുവശത്ത് കോർപ്പറേഷൻ, അതായത് ഭരണപക്ഷ കൗൺസിലർമാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം ഇങ്ങനെയാണ്. ഈ കടമുറികൾ ഒഴിയണമെന്നാവശ്യപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ കോടതിയിൽ പോയി സ്റ്റേ ആകുന്ന ഒരു സമീപനം വ്യാപാരികളുടെ ഭാഗത്തും ഉണ്ട്. വ്യാപാരികളും ഇത്തരത്തിൽ നിസ്സഹകരണമാണ് കാണിക്കുന്നത് എന്ന് ഈ കൗൺസിലർമാരും പ്രധാനമായും ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് കോഴിക്കോട് മേയർ ഒ സദാശിവം മാധ്യമങ്ങളെ കാണും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അനുമതിയില്ലാത്ത ഒരു കെട്ടിടം, പ്രവർത്തനാനുമതി ഇല്ലാത്തൊരു കെട്ടിടത്തിൽ എന്തുകൊണ്ടാണ് വീണ്ടും വാടകയ്ക്ക് നൽകിയത് അല്ലെങ്കിൽ ലേലത്തിൽ നൽകിയതെന്ന കാര്യങ്ങൾക്കടക്കം കൃത്യമായ മറുപടി നൽകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.